ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരു കുഞ്ഞേ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ എന്താ പറയുക, നമുക്ക് ചില ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയും മൂഡൗട്ടും മനസ്സിന് വല്ലാത്തൊരു പ്രയാസവും സങ്കടവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ ആവണമെന്നില്ല. മനുഷ്യൻ്റെ മനസ്സാണ്. ആ മനസ്സിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ കുറച്ച് നെഗറ്റീവ് മൈൻഡൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ദിവസങ്ങളും നെഗറ്റീവ് മൈൻഡും അല്ലെങ്കിൽ മൂഡ് ഔട്ടായിട്ടുള്ള ദിവസങ്ങളും മൈൻഡൊക്കെ അതൊക്കെ പോസിറ്റീവാക്കി മാറ്റാനുള്ള എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് നല്ല കൂളായിട്ട് നല്ല ജില്ല് ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ട് ആ ഒരു ദിവസത്തെ നമ്മുടെ മൈൻഡ് പോസിറ്റീവ് എനർജിയോടെ സന്തോഷകരമായിട്ട് എങ്ങനെ ആ ഒരു ദിവസം മൂഡ് ഔട്ടുള്ള ദിവസം എങ്ങനെ നല്ലൊരു പോസിറ്റീവ് മൈൻഡായിട്ട് മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ്, കുറച്ച് എളുപ്പ വഴികളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വലിയ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല, എന്നാലും ഞാൻ മനസ്സിലാക്കിയ കാര്യവും എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ വീഡിയോ ഉപകാരപ്പെടണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു മനസ്സിന് കുറച്ചൊക്കെ എന്താ പറയുക ചേഞ്ച് ചെയ്ത് മാറ്റിയെടുക്കാൻ തന്നെ രാവിലെ തന്നെ ഒരു കപ്പ് ചായയിൽ തന്നെ തുടങ്ങാമല്ലേ. അപ്പോൾ ഒരു കപ്പ് ചായ എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് നേരം ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് രുചികരമായിട്ട് ആ ചായയൊക്കെ രുചിച്ച് ആസ്വദിച്ച് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ മാറ്റമോ ചേഞ്ചോ ഒന്നുമല്ല, ചെറിയ രീതിയിൽ മനസ്സിന് ഒരു കുളിർമയൊക്കെ തോന്നാം. എന്താ പറയുക, കുറച്ചൊരു ചേഞ്ച് വരുന്നതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായിട്ട് വിളക്ക് കത്തിച്ച് കുറച്ച് നേരം പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ വീടിൻ്റെ അടുത്ത് അമ്പലമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം അമ്പലത്തിലൊക്കെ പോയിരിക്കുക. അമ്പലത്തിൽ തൊഴുത് ഒക്കെ വരുമ്പോൾ തന്നെ അവിടുത്തെ ഒരു പോസിറ്റീവ് മൈൻഡ്, എന്താ പറയുക, അമ്പലത്തിലെ ഒരു വൈബ് നമുക്ക് മനസ്സിനെ കുറച്ചൊക്കെ ചേഞ്ച് വരുത്തുന്നതായിരിക്കാം. അതേപോലെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ, വലിയ പൂന്തോട്ടമല്ല കേട്ടോ, ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, അതൊക്കെ ഒന്ന് പരിപാലിക്കുക. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പൂക്കളൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളൊക്കെ കാണുമ്പോൾ കണ്ണിനെയും മനസ്സിനെയും ഒരേപോലെ ഒരു കുളിർമയേകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ നമ്മൾ പൂന്തോട്ടമൊക്കെ ആയിട്ട് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിന് ഒരു ചേഞ്ച് വരുന്നതായിരിക്കാം. അതേപോലെ ഇഷ്ടമുള്ള ഫുഡൊക്കെ നമ്മൾ തന്നെ തയ്യാറാക്കുക, കുക്ക് ചെയ്യുക. ഇഷ്ടമുള്ള രുചികരമായിട്ടുള്ള ഫുഡൊക്കെ തയ്യാറാക്കി കഴിക്കുമ്പോൾ, ആസ്വദിച്ച് കഴിക്കുമ്പോൾ മനസ്സിനെയും വയറിനെയും ഒരേപോലെ സന്തോഷകരമായിട്ട് രുചികരമായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമ്പോൾ മനസ്സിന് ഒരു ചേഞ്ചൊക്കെ തോന്നാം. ആ ഒരു മൂഡ് ഔട്ടൊക്കെ മാറുന്നതായിരിക്കാം ആ ഒരു ദിവസത്തിൽ. അതേപോലെ ഏറ്റവും വലിയൊരു ഘടകമാണ് സംഗീതം എന്ന് പറയുന്നത്. സംഗീതം ആസ്വദിക്കുക, കുറച്ച് നേരം ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കുക. 2 വരി പാടാനൊക്കെ അറിയുന്നവരാണെങ്കിൽ 2 വരി മൂളിപ്പാട്ടൊക്കെ പാടുക. അങ്ങനെ നമുക്ക് പാട്ടൊക്കെ കുറച്ച് നേരം കേൾക്കുമ്പോൾ മനസ്സിന് ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു സമാധാനവും ഒരു സന്തോഷവും അങ്ങനെയുള്ള ഒരു നിമിഷങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് വരുത്താവുന്നതാണ്. അതേപോലെ കുറച്ച് നേരം യോഗയൊക്കെ അറിയാവുന്നത്, അതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ യോഗയൊക്കെ പരിശീലിക്കുക. യോഗയൊക്കെ ചെയ്യുമ്പോൾ മനസ്സും ഒരു ചേഞ്ച് വരുന്നതായിരിക്കാം. പിന്നെ അതേപോലെ തന്നെ വീട്ടിലെന്തെങ്കിലും കുക്കിങ്ങോ ക്ലീനിങ്ങോ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒന്നും ആലോചിക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിനെ വല്ലാത്തൊരു അസ്വസ്ഥത പോലെ തോന്നുക, മൂഡ് ഔട്ട് പോലെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ എൻഗേജഡ് ആയിട്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോൾ
എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് നേരം മൈൻഡ് ഒന്ന് സെറ്റാക്കാൻ പറ്റുന്നതായിരിക്കാം, മൂഡ് ഔട്ടൊക്കെ മാറി വരുന്നതായിരിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്നവരുണ്ടാവാം, ഉള്ളവരുണ്ടാവും, ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അറിയുന്നവരുണ്ടാവാം. അപ്പോൾ എന്നാലും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ എന്താ പറയുക, മനസ്സിനെ ഒന്ന് ഒരു മാറ്റിയെടുക്കാൻ പറ്റുന്ന കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്തത് നിങ്ങളുമായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ നമ്മുടെ കയ്യെത്തും ദൂരെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും ചെയ്തു തീർക്കാനും, അല്ലെങ്കിൽ ജോലികളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. അതൊന്നും നമ്മൾ അറിയാണ്ടോ മനസ്സിലാക്കാണ്ടോ കാണാണ്ടോ ഒക്കെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു പ്രയാസത്തിൽ പോയിക്കൊണ്ടിരിക്കും ആ ഒരു ദിവസം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ക്ലീനിങ് ആയിക്കോട്ടെ, കുക്കിംഗ് ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അതൊരു എന്താ പറയുക, വീണ്ടും വീണ്ടും നമുക്ക് ആലോചിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ മനസ്സ് ഒരു അസ്വസ്ഥയാവാനോ ഒന്നും തോന്നില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞേ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ വലിയതായിട്ട് ഒന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൊട്ടും പൊടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അത് എത്രത്തോളം നന്നായെന്ന് അറിയില്ല. ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.